നമസ്കാരം. ഹെയറി ലിച്ചി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന റംബൂട്ടാൻ്റെ ശാസ്ത്രനാമം നെഫേലിയ ലെപ്പേസിയാണ്. ഈ പേര് വരാൻ കാരണം പച്ച നിറത്തിലുള്ള മൃദു രോമങ്ങൾ ഇതിനെ കവർ ചെയ്തിട്ട് ഇത് മൂപ്പത്തുമ്പോൾ മഞ്ഞ നിറമായോ ചുവപ്പ് നിറമായോ മാറും. ഇതിൻ്റെ ഉൾക്കാമ്പ് പരിശോധിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ഉള്ളതും മധുരമുള്ളതും പോഷക സമൃദ്ധവുമാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ സുലഭമായി കൃഷി ചെയ്യുന്ന റംബൂട്ടാൻ അതിൻ്റെ ജന്മദേശം തെക്ക് കിഴക്കൻ ഏഷ്യയാണ്. തായ്ലൻഡ്, ഇന്തോനേഷ്യ, മലേഷ്യ, ശ്രീലങ്ക, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ യഥേഷ്ടമായിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് സാധാരണ മുൻകാലങ്ങളിൽ വിത്ത് മുളപ്പിച്ചും പതിവെച്ചുമായിരുന്നു ഇതിൻ്റെ വംശവർദ്ധനവ് നടത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റഡ് സീഡ്ലിങ്സ് ആണ് അനേക നഴ്സറികളിൽ നിന്ന് നമുക്ക് വാങ്ങുന്നത്. പല ഇനങ്ങളുണ്ട്. ബിഞ്ചൈ എന്നുള്ളത്, റോൺഗ്രിയ എന്നൊക്കെ പറഞ്ഞ ഇനങ്ങളുണ്ടെങ്കിലും N18, N18 എന്ന ഇനത്തിനാണ് മാർക്കറ്റുള്ളത്. കാരണം ഷെൽഫ് ലൈഫ് അത്യാവശ്യം വലിപ്പവുമുണ്ട്. ഷെൽഫ് ലൈഫ് മരത്തിൽ നിന്ന് പഴുത്താലും കേടായി പോവില്ല, പറിച്ചു വെച്ചാലും പെട്ടെന്ന് കേടായി പോവില്ല. അതുകൊണ്ട് മാർക്കറ്റിങ് ഉള്ളതും എന്നാൽ നല്ല ഈൽഡ് കിട്ടുന്നതും N18 എന്ന ഇനമാണ്. സാധാരണ ഇത് തൈകളൊരു 6 മുതൽ 8 മാസക്കാലമാകുമ്പോൾ പ്രായപൂർത്തിയാവും, പറിച്ചുവിടാൻ പാകമാവും. ഇൻഫീൽഡ് നമ്മൾ 2.5 അടി നീളത്തിലും വീതിയിലും ആഴത്തിലും കുഴികളെടുത്തിട്ട് അതിൽ ഉണക്കിപ്പിടിച്ച ചാണകപ്പൊടിയും പച്ചിലവെള്ളവും ചേർത്ത് റോക്ക് ഫോസ്ഫേറ്റ് 500 ഗ്രാമും ചേർത്തിട്ട് കുഴി ഫില്ല് ചെയ്യാം. വർഷ ആരംഭത്തോടെ മഴക്കാലത്തിൽ തന്നെ ഈ തൈകൾ നമുക്കതിനകത്ത് നട്ടുകൊടുക്കാവുന്നതാണ്. 3-4 വർഷം പ്രായമാകുമ്പോൾ തന്നെ ഈ റംബൂട്ടാൻ കായ് പിടിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് ധാരാളമായി ചാണകപ്പൊടിയും പച്ചിലവളം ഉണ്ടെങ്കിൽ പച്ചിലവളം ചേർത്ത് കൊടുക്കാം. കൂടാതെ സിലിക്ക സമ്പുഷ്ടമായി അടങ്ങിയിട്ടുള്ള മോളാർ എന്ന മൈക്രോ ന്യൂട്രിയൻ്റ് ഒരു മരത്തിന് 500 ഗ്രാം എന്ന തോതിൽ ഇട്ട് കൊടുക്കുന്ന വിളവ് വർദ്ധിക്കാനിടയാവും. കായുൽപാദനം തുടങ്ങിക്കഴിഞ്ഞ് കായ്ക്കൾക്ക് ഒരു മുന്തിരിയുടെ വലിപ്പം കൈവന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ കായ്കളുടെ കളറും ടേസ്റ്റും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കൊടുക്കാവുന്ന ഒരു ഫോളിയാർ വളമാണ് കെ അമിനോ. കെ അമിനോയുടെ കൂടെ നമ്മൾ ചീലേറ്റഡ് ആയിട്ടുള്ള ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് എക്സീഡ് ഒരു 250 ഗ്രാമും കെ അമിനോ ഒരു 500 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൂടാതെ നമുക്കൊരു 15 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാവുന്ന 15 ദിവസം കഴിയുമ്പോൾ ഫ്രൂട്ട് മാജിക്, അതായത് അതിനകത്ത് 44% പൊട്ടാഷ്യം, 0.5% ബോറോണും 4% ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. അത് 1 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ കൊടുക്കുന്നതോടൊപ്പം ബെന്തിക് എന്ന സീവീഡ് 400 മുതൽ 500 മില്ലി അതും, അതിൻ്റെ കൂടെ റിലീസ് WMF എന്ന് പറഞ്ഞ മൈക്രോ ന്യൂട്രിയൻ്റ്, അത് എല്ലാവിധ ചെടികൾക്ക് വേണ്ടതായ എല്ലാവിധ പോഷകങ്ങളും ചേർന്നിട്ടുള്ള ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ്. അത് ഒരു 200 ഗ്രാം ചേർത്ത് 200 ലിറ്റർ വെള്ളത്തിൽ നമുക്ക് ചേർത്ത് തളിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ സമൃദ്ധിയായി നമ്മൾ കായ്ഫലം കൊടുക്കുന്ന ചെടികൾക്ക് കാണപ്പെടുന്ന ഒരു പ്രശ്നം, സീസണിൽ നമ്മൾ പച്ചക്കായ്കൾ ധാരാളമായി കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട്, ഫ്രൂട്ട് ഡ്രോപ്പ്. അപ്പോൾ അത് കാരണം പ്രധാനമായിട്ടും ബോറോൻ്റെ അപര്യാപ്തയുണ്ട്, സിങ്കിൻ്റെ അപര്യാപ്തതയുണ്ട്. കായ്കൾ കൂടുതലായിട്ടുണ്ടാകാൻ ആവശ്യമായ ഒന്നാണ് കാൽസ്യം. അപ്പോൾ അത് 3 അടങ്ങിയിട്ടുള്ള സിങ്ക്, കാൽസ്യം, ബോറോൺ അടങ്ങിയിട്ടുള്ള സിങ്കാബോർ ഒരു 250 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ഏത് ഫോളിയാർ വളത്തിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഫ്രൂട്ട് ഡ്രോപ്പ് മാറുന്ന മാത്രമല്ല നല്ല സെറ്റിങ്ങും ഉണ്ടാകും. കൃഷി പരിപാലന മുറകളുടെ ഷെഡ്യൂളും ടെക്നിക്കൽ സപ്പോർട്ടും ലഭ്യമാകണമെങ്കിൽ ഈ താഴെ പറയുന്ന നമ്പറുകൾ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.